താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഉടമ്പുഴ തോടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യ കൂമ്പാരം. കാലടി SI റോജോമോന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാലടി പഞ്ചായത്തിലെ ഉടുമ്പുഴ തോടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വൻ മാലിന്യ നിക്ഷേപം. ചാക്കുകെട്ടുകളിലാക്കി ടൺ കണക്കിന് മാലിന്യമാണ് ഇവിടെ കൊണ്ടുതള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാലിന്യം കത്തിക്കുകയും ചെയ്തിരുന്നു. പുക വന്നപ്പോഴാണ് നാട്ടുകാർ മാലിന്യത്തെക്കുറിച്ച് അറിയുന്നത്. വൻതോതിലുള്ള പുകയാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം കണ്ടെത്തിയത്. ഇത് ഏതായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇത് ഒരു കേന്ദ്രത്തിൽ നിന്ന് മാത്രമായിട്ട് വന്നിരിക്കുന്ന സാധനങ്ങളാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഈ കൊണ്ടുവന്നിട്ട പ്ലാസ്റ്റിക്കുകളെല്ലാം കത്തിച്ചിട്ട് ആളുകൾക്ക് മൊത്തം ശ്വാസം മുട്ടും ഇതൊക്കെ കൃത്യമായി അനുഭവപ്പെട്ട ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഒരിക്കലും നമുക്കത് അനുവദിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി എഴുതി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇവിടുത്തെ നാട്ടുകാരൊരു കൂട്ടം നിവേദനമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇത് പോലീസ് അടിയന്തരമായിട്ട് ഈ ക്യാമറ പരിശോധിച്ചുകൊണ്ട് നിലവിൽ ഇത് കൊണ്ടുവന്ന ആളുകൾക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം. കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായ നിയമ സംവിധാനം നിലവിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. കാലടി SI റോജോമോന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറ പരിശോധിച്ച് മാലിന്യം കൊണ്ടിട്ടവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. നിങ്ങൾ കണ്ടതാണ് എത്ര വൈഡ് ആയിട്ടുള്ള മേഖലയിലാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് കുത്തിയിരുന്നത്. ഇത് സംസ്കരിക്കാനോ അതിനനുസരിച്ചിട്ട് തരംതിരിച്ച് വേണ്ട നടപടികൾ എടുക്കാനോ അല്ലെങ്കിൽ ഈ ഭരണസമിതി എന്തിനു ഇവിടെ ഭരണത്തിലിരിക്കുന്നു? അതൊരു വലിയ ചോദ്യമാണല്ലോ. പബ്ലിക് ചോദിക്കുന്ന അതാണ്. അപ്പൊ ആ തരത്തില് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമാക്കി തരിക. ഇതുപോലെ ഈ യൂണിവേഴ്സിറ്റിയും ഈ ശാരദാ സ്കൂള് അതുപോലെ തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തൊട്ട് ചേർന്ന് യൂണിവേഴ്സിറ്റിയുടെ മതിലിനോട് ചേർന്ന് ഇത്തരത്തിലുള്ള അനീതി എങ്ങനെ സാധ്യമാവും? പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്താണ് ഈ മാലിന്യ കൂമ്പാരം. മാലിന്യം കൊണ്ടിട്ടവരെ കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെടുത്ത് ഈ ജനത്തിന്റെ ഈ ബുദ്ധിമുട്ടുകൾ ഈ വലിയ പ്രായമായവരൊക്കെ ശ്വാസ തടസ്സം വന്നിട്ട് പുറത്തിറങ്ങി നിൽക്കേണ്ട ഗതികേടിലേക്കായിരുന്നു ഇന്നലെയൊക്കെ. ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എന്തറ്റം വരെയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നിയമപരമായ നടപടികളിലേക്ക് ഞങ്ങൾ എടുക്കും.